നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സാധനമാണ് മൊബൈൽ അല്ലേ. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ള കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു മാതാപിതാക്കളും ഈ സദസ്സിൽ ഇരിക്കുന്നില്ലല്ലോ. എല്ലാവർക്കും ഉള്ള കംപ്ലൈൻ്റ് അല്ലേ. ഇന്ന് വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്ലേ സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ സ്കൂൾ ടീച്ചർ കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ആരാ പിന്നെ ഈ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചേ? ആര് പഠിപ്പിച്ചേ? ഉറങ്ങുന്ന സമയത്ത് മലർന്ന് കിടന്ന് നോക്കി റീൽസ് നീക്കാനുള്ള സാധനമാണ് മൊബൈൽ എന്ന് എൻ്റെ മോനെ ആരാ പഠിപ്പിച്ചേ? ഈ കിഡ്സ് വാലിയിലെ ടീച്ചേഴ്സാണോ? AMLP സ്കൂളിലെ ടീച്ചേഴ്സാണോ? അല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ നീക്കാനുള്ള സാധനമാണ്, എന്നാലാണ് ദഹന പ്രക്രിയ നടക്കുള്ളൂ എന്ന് കുട്ടീനെ ബോധ്യപ്പെടുത്തിയതാരാ? ഞാനും നിങ്ങളുമാണ്. അല്ലേ അല്ലേ? അങ്ങനെയാണോ? ആണ്. ലോകത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരു സ്കൂളിലും കുട്ടിയെ മൊബൈൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഞാൻ മൊബൈൽ മോശമെന്നല്ല കേട്ടോ പറയുന്നത്, ഞാൻ ജീവിക്കുന്നതിൻ്റെ മൊബൈൽ കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മൊബൈല് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കണം, പോസിറ്റീവായി ഉപയോഗിക്കണം. പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളെ കുറ്റം പറയുന്ന ഒരുപാട് മേഖലകളുണ്ട്. പഠിക്കാൻ ഇരിക്കുമ്പോൾ വായിക്കുന്നു, കിടക്കുമ്പോൾ ഉപയോഗിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു ഉപയോഗിക്കുന്നു. ഇതൊക്കെ അവർ റോൾ മോഡലാക്കി എടുത്തത് നമ്മളെയാണ്, അല്ലാതെ ഇവിടുത്തെ ടീച്ചേഴ്സിനല്ല, എവിടുത്തെയും ടീച്ചേഴ്സിനല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ശരിക്കും അത് നമ്മളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ഓരോ ശീലങ്ങളും നമ്മളാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സൗകര്യപൂർവ്വം നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തും. സ്കൂളിൻ്റെ മോശം, ടീച്ചറെ മോശം, മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനത് എടുത്ത് പറഞ്ഞത് നമുക്കും കൂടി വളരെ വലിയ റോള് ഇവരെ വാർത്തെടുക്കുന്നതിലുണ്ട്. ഇങ്ങനെ മാനേജ്മെന്റും ടീച്ചേഴ്സും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ തലമുറയെ, അടുത്തൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുള്ളത്. ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ വിജയികളായിട്ടുള്ള ഈ ഒരു ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കുന്ന വിവൻസ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ഇമ്പമാർന്ന പരിപാടികൾ നടക്കാനുണ്ട്. അതിനാണ് നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഏറ്റവും അരോചകമുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം ഇമ്പമാർന്ന കലാപരിപാടികൾക്ക് കാതോർത്ത് കണ്ണും നട്ട് കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും പരിപാടികളും തീർച്ചയായിട്ടും അരോചകം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്തായാലും ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതേപോലെ LSS വിജയികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.